സർ, 75-ാമത്തെ വയസ്സിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണം, പിന്നിലുള്ളവർക്ക് വഴിമാറിക്കൊടുക്കണമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞതിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ പുകയുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരുന്ന സെപ്റ്റംബറിൽ, അതായത് ഒരു മാസം കൂടി കഴിയുമ്പോൾ 75 വയസ്സാണ് പ്രായം. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന രീതിയിലേക്ക് വലിയ വിവാദങ്ങൾ ഉയരുന്നു, ചർച്ചകൾ ഉയരുന്നു. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ബി.ജെ.പിയിലുള്ളവർ ഈ തരത്തിൽ 75-ാമത്തെ വയസ്സിൽ ബി.ജെ.പി പ്രവർത്തകരൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ നേതാക്കളൊക്കെ ബി.ജെ.പിയുടെ സ്ഥാനത്തിരിക്കുന്നുവെങ്കിൽ അതാത് സ്ഥാനങ്ങളിൽ നിന്ന് മാറിക്കൊടുക്കണം എന്നതാണോ മോഹൻ ഭാഗവതിന്റെ ആ പ്രസ്താവന സൂചിപ്പിക്കുന്നത്? മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത് ബി.ജെ.പിക്ക് പുറത്ത് വലിയ ചർച്ചയായി മാറുന്നത്? മോഹൻ ഭഗത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ചാനലും ചർച്ച ചെയ്തു. അപ്പൊ നമ്മളതല്ല ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 75 വയസ്സിനകത്ത് ഒരു ഷാൾ അണിയിക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് ആ പുറകിലുള്ളവർക്ക് 75-ാമത്തെ വയസ്സിൽ ഒരു ഷാൾ അണിയിക്കുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പ്രായമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയ്യാതെയായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറകിലുള്ളവർക്ക് അതിന് വഴിമാറി കൊടുക്കണം എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ഈ ഷാൾ അണിയുന്ന ആൾ തയ്യാറാവണം എന്നാണ് നാഗ്പൂരിൽ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതിനകത്തൊരു വലിയ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാരും മോദിയെ ഉദ്ദേശിച്ച് എന്ന് പറയുമ്പോൾ മോദിയും ഈ പറയുന്ന മോഹൻ ഭഗവത് തമ്മിൽ 6 ദിവസത്തെ പ്രായ വ്യത്യാസമേ ഉള്ളൂ. മോദിയെക്കാട്ടിൽ 6 ദിവസം മുമ്പേ ജനിച്ച ആള് മാത്രമാണ് മോഹൻ ഭഗവത്. ഒരുപക്ഷെ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയാണോ പറഞ്ഞത് എന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹം 75 വയസ്സ് കഴിയുമ്പോൾ, അതിനകത്ത് RSSനകത്തും 75 വയസ്സ് കഴിയുമ്പോൾ ഒഴിയണമെന്നില്ല, പക്ഷെ RSനകത്ത് ഒഴിയുന്നത് സ്വന്തം താല്പര്യപ്രകാരം അവരുടെ രീതി അനുസരിച്ച്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം 75 വയസ്സ് കഴിയുമ്പോൾ ഒഴിയാനുള്ള തീരുമാനം നേരത്തെ പ്രഖ്യാപിച്ചതാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. ഏതായാലും ഈ നരേന്ദ്രമോദിയുടെ 75 വയസ്സ്, ആ 75 വയസ്സ് എന്നുള്ളത് ചർച്ചയാവുന്നത് ഒരുപക്ഷെ ഭരണഘടനാപരമായിട്ട് ബി.ജെ.പിക്കകത്ത് 75 വയസ്സ് വരെ നിൽക്കാമെന്ന് ഉള്ള ഒരു നിയമമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മോദിയെ, അല്ലെങ്കിൽ ഈ പറയുന്ന മോദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് തീരുമാനിക്കുമ്പോൾ ആ പാർട്ടിക്കകത്ത് ഈ പറയുന്ന എല്ലാരും ഉറ്റുനോക്കിയിരുന്ന എൽ.കെ. അദ്വാനിയും അല്ലെങ്കിൽ ജോഷിയും അങ്ങനെ മറ്റു പല നേതാക്കന്മാരും അതിനകത്തുള്ളപ്പോഴാണ് ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന അവരെക്കാട്ടി ജൂനിയർ ആയിട്ടുള്ള ആൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അത് ബി.ജെ.പിയുടെ തീരുമാനമായിരുന്നല്ലോ നമ്മൾ വിചാരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ RSS ആണ് ഇതിനെ നയിക്കുന്നെങ്കിൽ ആ ഒരു തീരുമാനം അന്ന് എടുത്തതും RSS ആണല്ലോ. അപ്പം മോദി ഒതുക്കിയിട്ട് എൽ.കെ. അദ്വാനിയെയും ജോഷിയെയും ഒക്കെ കടന്നു കയറി വരാൻ പ്രാപ്തനായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലേക്ക് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ആക്ഷേപം ഉന്നയിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നത് ബി.ജെ.പിക്കകത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് RSS ആണ്. ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടി എങ്ങനെ പോകണം, എങ്ങനെ ആവണം, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം എന്നത് ആലോചിക്കുന്നതും, അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്താൽ മതിയെന്ന് തീരുമാനിക്കുന്നതും RSS ആകുമ്പോൾ, ഈ ഒരു തീരുമാനത്തിനകത്ത് ഈ പറയുന്ന ഈ മോഹൻ ഭഗത്തിന് ഈ പറയുന്ന 75 വയസ്സുള്ള നരേന്ദ്രമോദി മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതാരും അറിയാതെ രഹസ്യമായിട്ട് നരേന്ദ്രമോദി അടുത്ത് പറയുകയും നരേന്ദ്രമോദിയെ മാറ്റാനും ഉള്ള കഴിവുള്ള, ശക്തിയുള്ള, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ കേൾത്തേ മതിയാകൂ എന്നുള്ള പാർട്ടിയാണ് ബി.ജെ.പി. അപ്പൊ വേറെ കാര്യം കൂടെ നമുക്ക് തീർച്ചയായും വിവാദമാകുന്ന ഒരു വിഷയം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പേ മോദിയുടെ 75 വയസ്സ് പ്രായപരിധി വിഷയം കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാക്കൾ ശ്രമിച്ചപ്പോൾ 75 വയസ്സ് എന്നത് മോദിയെ സംബന്ധിച്ച് ബി.ജെ.പി അദ്ദേഹത്തിൽ അങ്ങനെ മാറ്റണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു തീരുമാനം ബി.ജെ.പിയുടെ ഭരണഘടനയിൽ ഇല്ല. അത്തരത്തിൽ തീരുമാനമൊന്നും ഈ പാർട്ടിക്കകത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ പാർട്ടിക്കകത്തെ ആൾക്കാരുടെ പ്രായത്തിന്റെയും അവരുടെ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾക്കപ്പുറം മോദി പേട മാറ്റാതെ മോദി പിടിച്ചടക്കിയിരിക്കുന്നു പറഞ്ഞൊരു പ്രചരണമാണ് നടത്തിയത്. അപ്പം വേണമെങ്കിൽ ഈ മോദിയെ മാറ്റാൻ ഉള്ള ഒരു കാരണം, അല്ലെങ്കിൽ ആരും അറിയാതെ ബി.ജെ.പിക്ക് പ്രശ്നമില്ലാതെ മാറ്റാൻ കഴിയുന്ന ഒരവസരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ? മോദി മത്സരിച്ചില്ലേ? മത്സരിച്ചതിന് ശേഷമല്ലേ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നത്? പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ RSSന് താല്പര്യമുള്ള ആളെ അന്നേരം തീരുമാനിച്ചാൽ മതിയല്ലോ. പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞ് 2029 ആകുമ്പോഴത്തേക്ക് മോദി എന്ന് പറയുന്ന, അല്ലെങ്കിൽ 75 എന്ന് പറയുന്ന വിഷയം ഉൾപ്പെടെയുള്ളത് എടുത്തു വച്ച് ചർച്ച ചെയ്യാനും ആ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലാതെ ആകുന്നതുമായിട്ടുള്ള ഒരു അവസരം വരുമായിരുന്നല്ലോ. അപ്പൊ RSSന് അത്തരത്തിൽ തീരുമാനം ഇല്ലെന്ന് വേണം കരുതാൻ.
അല്ലെങ്കിൽ മോദിയുടെ കാര്യത്തിൽ RSS തീരുമാനിച്ചതാണ് മോദി തുടരട്ടെ. മോദി ഈ പറയുന്നത് പോലെ ഒരു കൊല്ലം കഴിയുമ്പോൾ 75 വയസ്സാകുമെന്ന് RSSന് അറിയാം. RSSന് അറിയാം എന്ന് കണ്ടുകൊണ്ട് തന്നെ ഈ 5 കൊല്ലത്തേക്ക് മോദിയെ തീരുമാനിച്ച RSS വേണമെങ്കിൽ അങ്ങനെ കൊടുക്കത്തില്ല. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഒരുപക്ഷെ മോഹൻ ഭഗവത്തിന്റെ വിരമിക്കലായിരിക്കാം. പക്ഷേ മോദിയെ മാറ്റിയാലേ ഇന്ത്യയിൽ വേറെ എതിരെ നിൽക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കാര്യമുള്ളൂ എന്ന് അവർ വിചാരിക്കുന്നത്. അവരറിയുന്നില്ല. അവർ വിചാരിക്കുന്നു മോദിയാണ് പ്രശ്നം. BJP ഞങ്ങൾ നേരിട്ട് കളയും. മോദിയാണ് പ്രശ്നം. മോദി അങ്ങ് മാറിയാൽ ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റും. മോദി എന്ന് പറയുന്ന ജനസമ്മതിയുള്ള, ലോകം അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളും ഞങ്ങളുടെ പ്രസ്താവനകളും ഞങ്ങളുടെ തീരുമാനങ്ങളും ഒന്നും ജനം ഏറ്റെടുക്കാത്തത്. ആ കാരിസ്മാറ്റിക് അല്ലെങ്കിൽ ഇമേജ് ഉള്ള മോദി മാറിയാൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാമെന്ന് വിചാരിക്കുന്ന ഒരു രീതി കൊണ്ടാണ് മോദിയെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയാൽ അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. പക്ഷെ ഇവരറിയുന്നില്ലല്ലോ. നമ്മൾ കണ്ടതും നമ്മൾ വിചാരിച്ചതും അനുസരിച്ച് ഒരാൾ മാറിയാൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ RSS മാറ്റിയാൽ, നമ്മൾ കാണുമ്പോൾ BJP മാറ്റിയാൽ, ആ മാറ്റിയതിനെക്കാട്ടി വലിയ പ്രാഗൽഭ്യമുള്ള ആൾക്കാരാണ് വീണ്ടും ആ പോസ്റ്റിൽ വരുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ലല്ലോ LK അദ്വാനി എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവും. അതിനെക്കാട്ടിൽ പ്രഗത്ഭനാണ് നരേന്ദ്രമോദി. ഒരുപക്ഷെ നരേന്ദ്രമോദിയെ കൊണ്ടുവന്നാൽ 2/3 ഭൂരിപക്ഷത്തിൽ അന്ന് 2014 ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന് ആരും ചിന്തിക്കാത്തിടത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകം വെറുപ്പോടുകൂടി കണ്ടിരുന്ന 2000 അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ചിരുന്ന നരഭോജി എന്ന് വിളിച്ചിരുന്ന അയാളെ കൊണ്ടുവന്ന് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് ആ വിപ്ലവത്തിൽ കൂടി മുന്നോട്ട് പോവുകയും മൂന്നാമതും അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് ഈ പറയുന്ന അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി എന്ന് ദീർഘവീക്ഷണത്തോട് കാണാൻ കഴിയുന്ന RSSന് നരേന്ദ്രമോദി എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന ഒരാളല്ല. അതിനൊരു മാറ്റം വേണം. ആ മാറ്റം ആരുടേലോ വേണം, എപ്പം വേണം എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന ഈ വിവാദം, അല്ലെങ്കിൽ നേരത്തെ കൊണ്ടുവരാൻ ശ്രമിച്ച വിവാദം, അല്ലെങ്കിൽ മോദിയുടെ ഇമേജ് കളയാൻ വേണ്ടി ഈ 75 വയസ്സുമായിട്ട് നിൽക്കുന്ന പ്രതിപക്ഷം അവരുദ്ദേശിക്കുന്നത് മോദി ഒന്ന് മാറിയാൽ 2029 ഇന്ത്യ മഹാരാജ്യത്ത് ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ വരാൻ സാധിക്കും. അതുകൊണ്ടൊരു വിവാദം, ആ വിവാദത്തിൽ കൂടി RSSന്റെ ഇടയിൽ ഒരു തോന്നൽ, BJPക്ക് അകത്തൊരു പ്രശ്നം, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ്. മോദിയെ മാറ്റണമെങ്കിൽ മോദി എപ്പോ വേണമെങ്കിലും മാറിപ്പോകാൻ താല്പര്യമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അത് പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒരു സഞ്ചി, തോളത്തൊരു സഞ്ചിയുമായിട്ട് ഞാൻ കയറി വന്നു. ആ സഞ്ചിയുമായിട്ട് ഞാനങ്ങ് പൊക്കോളാം, എനിക്ക് വേറെ ഒന്നുമില്ല. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന അത്രയും കാലം കൃത്യമായിട്ട് നടത്തും. അതിനുശേഷം ഞാൻ ഉദ്ദേശിക്കുന്ന ദൗത്യത്തിലേക്ക് ഞാൻ പോകും. അതായത് അദ്ദേഹം ഒരു സന്യാസി ജീവിതം ഇതിന് ശേഷം, ഇപ്പോഴും അദ്ദേഹം സന്യാസി ജീവിതം തന്നെയാണ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അദ്ദേഹം ഔദ്യോഗിക പദവിയിൽ, രാജ്യത്തിന്റെ പദവിയിൽ ഒരു സന്യാസിയെ ഏൽപ്പിച്ചാൽ ആ സന്യാസി എങ്ങനെ അത് കൊണ്ടു നടക്കും എന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടു നടന്നുകൊണ്ട് പോകുന്ന അർപ്പണ മതഭാവത്തോടു കൂടിയുള്ള ഒരു വലിയ നേതാവ്, ലോകം അംഗീകരിക്കുന്ന വലിയ നേതാവ്. ഫോക്സ് മാഗസിനിലൊക്കെ ഇന്ത്യയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് വന്നപ്പോൾ ആദ്യത്തെ 10 പേരിൽ 9ാമതായിരുന്നു മോദി. പിന്നെ ഫോക്സ് മാഗസിൻ ആ ഒരു ലിസ്റ്റുമായിട്ട് വന്നിട്ടില്ല. കാരണം ഇനിയിപ്പോ ആ ലിസ്റ്റ് തിരഞ്ഞാൽ ഒരുപക്ഷെ മോദി 2ാമതോ 3ാമതോ വരും. അതുകൊണ്ട് അവന്മാരാ പണിയൊക്കെ നിർത്തി. വിദേശ മാധ്യമങ്ങളുടെ ഒരു കുഴപ്പം അതാണ്. അപ്പൊ അതേ രീതിയിൽ പടർന്ന് പന്തലിച്ച, ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ ചർച്ചയാക്കിയ, ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ മാർക്ക് ചെയ്ത ഈ നരേന്ദ്രമോദിയെ മാറ്റിയാൽ കച്ചവടക്കാർക്ക്, അതായത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരുപക്ഷെ അധികാരത്തിൽ വരാൻ സാധിക്കും. അത്തരത്തിൽ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വിവാദമാണ്. തീരുമാനം RSS എടുത്താൽ അവരാരും അറിയാതെ ആ തീരുമാനം എടുത്തിരിക്കും. അവരുടെ തീരുമാനം ഒരുപക്ഷെ ഒരാൾക്കും എടുക്കുന്നിടം വരെ അറിയാൻ സാധിക്കത്തില്ല. അത് മോദിയുടെ കാര്യത്തിൽ നമ്മൾക്കറിയാം, ഒരുപക്ഷെ യോഗിയുടെ കാര്യത്തിൽ നമ്മൾക്കറിയാം, പല മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾക്കറിയാം. ഏറ്റവും അവസാനം ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചപ്പോഴും നമ്മളത് കണ്ടതാണ്. BJP പറയുന്നതായിട്ടും അനൗൺസ് ചെയ്യുന്നതായിട്ടും നമ്മൾക്ക് തോന്നുമെങ്കിലും അതിന്റെ എല്ലാം പുറകിൽ RSS ഉണ്ട്. ആ RSSന് ഒരു തീരുമാനമെടുക്കാൻ നാഗപ്പൂരിലൊരു മൈക്ക് വെച്ച് കെട്ടി ആൾക്കാരോട് പറഞ്ഞ് തീരുമാനമെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല RSS ഇതുവരെ തീരുമാനം എടുത്തിട്ടുള്ളത്. തീരുമാനങ്ങൾ അവർ എടുക്കും, അതവർ നടപ്പാക്കും. ആ തീരുമാനത്തിന്റെ പുറകിൽ, അല്ലെങ്കിൽ ആ തീരുമാനത്തോടൊപ്പം മാത്രം പോകാൻ പറ്റുന്ന ഒരു പാർട്ടിയും
അതിന്റെ നേതാക്കന്മാർ മാത്രമേ ഇന്ന് BJPക്കുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.